ആ അതിന് സമയം അത്രയൊന്നും ആയില്ലല്ലോ, 9 മണിയല്ലേ ആയിട്ടുള്ളൂ. എന്താ ജോലിക്ക് പോകാനാ? ഞാനാ? നീ പുറത്ത് കാണുന്നില്ല, നോക്കിയേ എന്തൊരു മഴയാണ്. ഇത് ഭയങ്കര മഴയാണ്. ഈ മഴയത്തൊക്കെ എങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാ പറയണത്? എനിക്ക് പറ്റില്ല. നല്ല സമയത്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്. 38.5 കൊല്ലം ജോലി ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ ചെയ്തിട്ട് തന്നെ ഇറങ്ങിയാണ്. ഇപ്പോൾ റിട്ടയർഡാണ്. ഇനി എനിക്ക് ജോലിക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. നീ പറയുന്ന ജോലി ഇവിടെ പറയുന്ന ജോലി എന്താണെന്നറിയോ? അത് ഇതാണ്. അതായത് ഞാനൊരു സിനിമാ പ്രേമിയാണേ. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതി, കഥ കണ്ട ഇഷ്ടംപോലെ കഥകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര കഥകൾ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വളരെ ചെറുപ്പം മുതൽ തന്നെ സിനിമ കാണുമായിരുന്നു. അപ്പോൾ ഒരു 10 വയസ്സ് മുതലൊക്കെ തന്നെ സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്കൊക്കെ പോയി തന്നെ സിനിമ കാണാൻ തുടങ്ങി. ഇഷ്ടം പോലെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. 8 ദിവസം തുടർച്ചയായിട്ട് സെക്കൻഡ് ഷോ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം 4 സിനിമ കണ്ടിട്ടുണ്ട്. 3 സിനിമകൾ എത്രയോ കണ്ടിട്ടുണ്ട്. ഒരു കാലം, നമ്മുടെ നല്ല കാലത്ത്. പിന്നെ 1986 104 പടം. അതായത് അപ്പോൾ അങ്ങനെ ഒരാഴ്ച. അന്ന് ഈ പറഞ്ഞ പോലെ ടി വിയും ഇതൊന്നുമില്ല, നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അങ്ങനെ 104 പടം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആ 104 അപ്പോൾ ഒരു ആഴ്ച 2 പടം വെച്ചിട്ടുള്ള ഇങ്ങനെയൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ കഥയും കൊണ്ടൊക്കെ കഥ കേൾപ്പിക്കാൻ പോകുന്നു. അവർ കഥ കേൾക്കുന്നു, എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും അതിൽ ഇന്ന ഭാഗം എന്ന സിനിമയിലുണ്ടല്ലോ എന്ന് പറയും. ആക്ച്വലി ഇല്ല. ഞാനിത് ഒരു 1992 മുതൽ പല ആൾക്കാരെയും ഇങ്ങനൊക്കെ സിനിമ കഥ എഴുതി പോയിട്ടുണ്ട്. പല അതിന് പേര് പറയുന്നില്ല. പക്ഷേ എങ്കിലും എനിക്ക് ഈ 7 ആർട്സിൻ്റെ അടുത്ത് ഇങ്ങനെ അവരെ പല പ്രാവശ്യം വിളിച്ച് കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് ബാലെന്ന് പറഞ്ഞ് ഒരാളോട്, അപ്പോൾ അവരെ ഒരാളെ ഏൽപ്പിച്ച് കഥ കേൾക്കാൻ വേണ്ടി. ആ പുള്ളിക്കാരൻ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കഥ പറഞ്ഞു. മോഹൻലാലിന് ഒരച്ഛൻ വേഷവും 2 മക്കളുടെ വേഷമുള്ളൂ. ആ സമയത്താണ് കേട്ടോ. ഇപ്പം അതൊന്നും പറ്റില്ല. ഇപ്പം അതൊക്കെ ദുൽഖറിന് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആ കഥയും മനസ്സിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ അഭിനയം ചെറുപ്പം മുതലേ അഭിനയിക്കുമായിരുന്നു. സ്റ്റേജിൽ കയറാൻ വേണ്ടി ഒന്നൊരു മടിയൊന്നുമില്ല. അപ്പോൾ മോണോ ആക്ട്, മിമിക്രി, സ്കിറ്റ്, ഫാൻസി ഡ്രസ്സ്, ടാബ്ലോ, ഇതിനൊക്കെ. പിന്നെ ഷിപ്പ്യാർഡിൽ വന്നതിന് ശേഷം ഷിപ്പ്യാർഡിലെ ക്ലബ്ബിൽ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. കുറേ നാടകങ്ങൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഭിനയമോഹമുണ്ട് ഇപ്പം. പിന്നെ ഒരു നയാ പൈസ കാശ് കൊടുത്തിട്ട് ഞാൻ അഭിനയിക്കില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. നല്ല വേഷങ്ങൾ നമുക്ക് പറ്റുമെന്ന് തോന്നുന്ന സംവിധായകർക്ക് പോകുമ്പോൾ ചെയ്ത് നോക്കിയിട്ട് പറ്റുമെങ്കിൽ മാത്രം തന്നാൽ മതി. ഓക്കെ.